ഹായ് ഗായ്സ്, ഹായ് ഫ്രണ്ട്സ്, ഹായ് നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ പറയേണ്ടത് പറയും എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങളെ മുന്നിലേക്ക് പറയാനുള്ളത് പറയും എന്നൊരവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. 100% സത്യം ഉള്ളൊരു സ്ഥലത്ത്, ന്യായമുള്ളൊരു സ്ഥലത്ത് നമ്മൾ ഇന്നും അതിൻ്റെ കൂടെ നിൽക്കാവൂ. ന്യായമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തല കുനിച്ച് നിൽക്കാവൂ. ന്യായമല്ലാത്തൊരു കാര്യത്തിന് ആരും വാദിക്കാൻ പാടില്ല. അത് ന്യായമല്ല. ന്യായമുള്ളിടത്ത് നമുക്ക് തലയുയർത്തി നിന്ന് സംസാരിക്കാം. അതെ, നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇന്ന് പറയേണ്ടത് പറയുമെന്ന എൻ്റെ ചാനലിലൂടെ ഒരു കൊച്ചു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരികയാണ്. എല്ലാവർക്കും കണ്ടിഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്കും, പിന്നെ എത്ര ആളുകൾക്ക് ഇത് ശരിയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റും അയക്കുക. പിന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ മേലുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ നാടിൻ്റെ, അതായത് നമ്മുടെ നാട്ടിലെ റോഡിൻ്റെ ഒരു അവസ്ഥയാണ്. അത് കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും ആ ഒരു അവസ്ഥ ഉണ്ടാകും. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നല്ലൊരു റോഡ് റബ്ബറൈസർ ചെയ്ത് നല്ലൊരു റോഡ് നമ്മളെല്ലാവരും ഒരു ആഗ്രഹമാണ്, നല്ലൊരു സ്വപ്നമാണ്. കുണ്ടും കുഴിയും ഇല്ലാതെ സഞ്ചരിക്കാൻ പറ്റിയ നല്ലൊരു റോഡ് അല്ലേ? എല്ലാവർക്കും ഉള്ളിൽ ആഗ്രഹമുള്ളതല്ലേ നല്ല റോഡ് എന്നുള്ളത്. ഇങ്ങനെ നല്ല റോഡ് സർക്കാർ നമുക്ക് ചെയ്തു തരുന്നു, നന്നായി വൃത്തിയായി ചെയ്തു തരുന്നു. പക്ഷെ അവരെ കുറ്റം പറയില്ല. പക്ഷെ അവരെ എന്താ പറയുക, നിയമത്തിലെ പാളിച്ചകളാണോ അതോ അവർ കണ്ടറിഞ്ഞങ്ങനെ ചെയ്യുകയാണോ എന്നും എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം പറയാമെന്നുള്ളൂ. ഓരോരുത്തർക്കും ഒരു അഭിപ്രായം കണ്ടാവല്ലോ. അപ്പോൾ അതൊന്ന് പറയുക, നിങ്ങളോട് ഷെയർ ചെയ്യുക. നല്ലൊരു റബ്ബറൈസർ റോഡ് തരുന്നു, നല്ല വൃത്തിയിൽ ചെയ്തു തരുന്നു. അവരെ സർക്കാരിന് കുറ്റം പറയില്ല, നല്ല ഉദ്യോഗസ്ഥരും ഇല്ലാണ്. പക്ഷേ ഒരു കാര്യം നമുക്ക് അവരോട് യോജിക്കാൻ കഴിയുന്നില്ല. എന്തെന്ന് വെച്ചാൽ, ഈ പൈപ്പ് ലൈൻ വലിക്കാൻ വേണ്ടി റോഡ് വെട്ടിപ്പൊളിക്കുന്നത്. പക്ഷേ ഇതെന്തേ, അവർക്ക് ഇതിൻ്റെ റോഡ് റബ്ബറൈസർ ചെയ്ത് വൃത്തിയാക്കി തരുന്നതിന് മുന്നേ ഈ പൈപ്പ് ലൈൻ അവർക്ക് വലിച്ചുകൂടെ, റോഡ് കീറിക്കൂടെ എന്നാണ് നല്ലവരായ സർക്കാർ ഉദ്യോഗസ്ഥരെ ഞാൻ ചോദിക്കുന്നത്. അത് ഈ റോഡ് നന്നാക്കുന്നതിന് മുന്നേ ഒന്ന് പൈപ്പ് ലൈൻ വലിച്ച് വൃത്തിയാക്കി അതിൻ്റെ മേലെ റോഡ് റബ്ബറൈസർ വൃത്തിയാക്കി ചെയ്തു തന്നാൽ ഈ ഒരു അവസ്ഥ വരില്ല. ഇത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. നല്ല റബ്ബറൈസർ ചെയ്ത റോഡ് ഇങ്ങനെ വെട്ടിപ്പൊളിച്ച് കീറി കിലോമീറ്ററോളം ചെയ്തിട്ടിരിക്കുന്നു. ഇത് എത്ര മാസം ഇതിങ്ങനെ കിടക്കുന്നറിയോ? അങ്ങനെ എത്ര ആക്സിഡൻ്റ് അവിടെ നടക്കുന്നറിയോ? എത്ര കുട്ടികൾ, എത്ര ആളുകൾ ഇങ്ങനെ ഒരു ചെറിയ പോറലോ തട്ടലോ മുട്ടലൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ചിന്തിച്ചിട്ടുണ്ടോ? സംഭവം ഓക്കെ, എല്ലാവർക്കും പൈപ്പ് ലൈൻ വേണം, വെള്ളം വേണം, എല്ലാം വേണം, അത് നല്ല കാര്യമാണ്. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു പ്രതിവിധി വേണം. അതിൻ്റെ മേലെ ഒരു റോഡ് പാസ്സാക്കി റബ്ബറൈസർ ചെയ്തുകൂടെ? അതല്ലേ നല്ലത്. അല്ലാതെ റബ്ബറൈസർ ചെയ്ത് തന്നിട്ട് വീണ്ടും അത് കുത്തിപ്പൊളിച്ച് ചെയ്ത് നമുക്ക് കാണുന്ന ജനങ്ങൾക്കൊരു വേദന ഉണ്ട് ആ കാര്യത്തിൽ. ഇത്രയും കാശ് മുടക്കി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഉപയോഗം വേണ്ടേ? ഇതൊക്കെ ആരോട് പറയണേ? ഇതൊക്കെ ശരിക്കും നമ്മൾ സർക്കാരിനോടല്ലേ പറയേണ്ടത്. സർക്കാർ നമുക്ക് വേണ്ടി ചെയ്തു തരുമ്പോൾ അത് നമ്മൾ എത്ര കണ്ടോ, എന്താ പറയുക, എത്ര നന്നാക്കി എടുക്കാൻ പറ്റുമോ അത്ര ഇത് നമ്മൾ അത് കൊണ്ടു നടക്കും. പക്ഷേ സർക്കാരിനെ വീണ്ടും വന്ന് ഈ ഒരു സംഭവം കുത്തിപ്പൊളിച്ച റോഡിൻ്റെ അവസ്ഥ ഈ മോശമാക്കി തന്നു കഴിഞ്ഞാൽ എത്ര വെച്ചിട്ടാണ് ആളുകൾ വണ്ടി ഓടിക്കുന്നത്? എത്ര ബുദ്ധിമുട്ടുണ്ടാവും? എത്ര ഗർഭിണികൾ പോകുമ്പോൾ എത്ര പ്രയാസപ്പെടുണ്ടാവും? ചിലപ്പോൾ ഒരു ചെറിയ റോഡാവും, ഒരു 6 അടിയോ ഒരു 8 അടിയൊക്കെ വീതിയുള്ള ചെറിയ റോഡാവും. പക്ഷേ 2 വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു കഴിഞ്ഞാൽ അത് പാസ് ചെയ്യാൻ പറ്റാത്ത റോഡായിരിക്കും. പിന്നെ നല്ല ഒരു റോഡാണെങ്കിൽ നമുക്ക് എന്താവശ്യങ്ങൾക്കും ഒന്ന് പെട്ടെന്ന് പോയിട്ട് വരാം. ഇത് ഗട്ടറുകളും ഉണ്ട്. പോരാതെ മഴ വന്ന് റോഡ് ഗട്ടറായി കിടക്കുകയായിരിക്കും. അതിൻ്റെ മേലായിരിക്കും ചിലപ്പോൾ സെൻറ്ററിലൂടെ ആയിരിക്കും കീറിക്കൊണ്ടുപോവുക, ചെറിയൊരു പൈപ്പിന് വേണ്ടിയിട്ട്. പക്ഷെ ഇതൊക്കെ പാസ്സാക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, ഇത് നിങ്ങൾ ഏത് ടീം എന്താണെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതിൻ്റെ പേരിലായിരിക്കാം ഈ ഒരു പാസ്സാക്കുന്നത് തോന്നുന്നു. അല്ലെങ്കിൽ
നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഇത് പൈപ്പ് ലൈൻ ചെയ്തോ, എന്നിട്ട് ഞങ്ങൾ റോഡ് ബാക്കി ചെയ്യാം എന്നൊരവസ്ഥ നിങ്ങൾ എന്തേ ചിന്തിക്കാത്തത്? എത്ര ബുദ്ധിമുട്ടുണ്ടാവും എന്നറിയോ ജനങ്ങൾക്ക്? അത് നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കുന്നില്ലെന്ന് അറിയുമ്പോൾ വല്ലാത്തൊരു സങ്കടം. ഇപ്പോൾ ഒരു ഗർഭിണീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണെങ്കിൽ ഗട്ടർ ഒന്ന് പോട്ടെ, പിന്നെ ഈ റോഡ് ഒരു 2 അടി 3 അടി വീതി കീറിയിട്ടുണ്ടായിരിക്കാം സൈഡിലൂടെ. പക്ഷെ മറ്റെതിർ വശത്ത് വരുന്ന വാഹനം ചിലപ്പോൾ ആ ഗട്ടറിൽ ഇറക്കാൻ മടിച്ചിട്ടോ അല്ലെങ്കിൽ വല്ല അസുഖങ്ങളാണോ ഗർഭിണികളായിരിക്കാം. അപ്പോൾ അതും അവരും പതുക്കെ കൊണ്ടുപോകും. അത് ഓപ്പോസിറ്റ് വരുന്ന വാഹനം ഈ സൈഡ് വേണ്ടി വരും. അപ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡ് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ ആയിരിക്കും സഞ്ചാരം. അപ്പോൾ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവിടെ ഇടയും മുട്ടലോ തട്ടലൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് വേറെ പ്രശ്നമായി, കേസായി, കൂട്ടായി, ഇങ്ങനെയാണ് ജനങ്ങൾ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ മോശം നിയമം എന്നല്ല പറയുന്നത്, പക്ഷേ ആ നിയമം ഒന്ന് മാറ്റി പിടിച്ച് ഞങ്ങൾക്ക് വേണ്ടി, ദയവായി ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളൊന്ന് സഹകരിക്കണം. നിങ്ങൾ നിയമങ്ങൾ എന്താ വെച്ചാൽ എങ്ങനെ പാസ്സായിക്കോ. റോഡൊക്കെ നല്ല വൃത്തിയുള്ള റോഡാണ്, പൈപ്പ് ലൈൻ വഹിക്കട്ടെ, എല്ലാവർക്കും ആവശ്യമാണ്, നല്ലതാണ്. പക്ഷേ അത് ഈ എന്താ പറയുക, ഒന്ന് പാസ്സാക്കുന്നൊന്ന് കണ്ടറിഞ്ഞ് ചെയ്യുക. പൈപ്പ് ലൈൻ ചെയ്യാൻ വേണ്ടി കയറി കഴിഞ്ഞിട്ട് പിന്നെ റോഡ് അതിന് മേലെ ഒന്ന് റബ്ബറൈസ് ചെയ്ത് വൃത്തിയാക്കി തന്നാൽ ഈ ഒരു അവസ്ഥ വരില്ല. ഇപ്പോൾ എൻ്റെ ഒരു അവസ്ഥ പറയാം. എൻ്റെ വീട്ടിലേക്കുള്ള റോഡില്ല, ഒരു 3 അടി ഇടവഴിയാണ്. അത് പഞ്ചായത്ത് കോൺക്രീറ്റ് ഇട്ട് ചെയ്തു തന്നു. ഒരു 2-3 മാസം അതങ്ങനെ നല്ല വൃത്തിയിൽ ഞങ്ങൾക്ക് നടക്കാൻ പറ്റി. പിന്നെ അത് ഞങ്ങളെ വീട്ടിലേക്ക് പൈപ്പ് ലൈൻ വേണം, അത് കുറേ മുന്നേ അപേക്ഷ കൊടുത്ത് വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഈ എന്താ പറയുക, ഇടവഴി കോൺക്രീറ്റ് ഇട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. ഇപ്പോൾ എത്ര വർഷമായി എന്നറിയോ അതങ്ങനെ കീറിയിട്ടിട്ട് ഇപ്പോഴും നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. കീറി പൊളിച്ചിട്ടിട്ട് പൈപ്പ് ലൈൻ വലിച്ചിട്ട് നമുക്ക് വേണ്ടെന്നല്ല, പക്ഷെ നല്ലതാണ്. പക്ഷെ അതൊന്ന് വീണ്ടും എന്താ പറയുക, കോൺക്രീറ്റ് ചെയ്ത് തരാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇനി എന്താണ് നിയമം, എന്നാണ് അത് പാസ്സാകുക, എന്നാണ് ഞങ്ങൾക്ക് നല്ലപോലെ നടക്കാൻ പറ്റിയതില്ലേ? ആകെ 3 അടി വീതിയേ ഉള്ളൂ, വളഞ്ഞ് തിരിഞ്ഞ് പോകണം. അപ്പോഴും ഈ ഒരു അവസ്ഥയിലാണ് ജനങ്ങൾ കഴിയുന്നത്. ഒരിക്കലും സർക്കാരിനെ കുറ്റം പറയല്ല, മോശമായി ചിത്രീകരിക്കില്ല, ഒന്നുമില്ല. നല്ല നിയമം എല്ലാം നല്ലതാണ്. പക്ഷെ നിങ്ങൾ ഈ കാണിക്കുന്ന ഈ ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതൊന്ന് മാറ്റിപ്പിടിച്ച ജനങ്ങൾ വീണ്ടും നിങ്ങളെ സപ്പോർട്ടേ ചെയ്യുള്ളൂ, നിങ്ങളെ കൂടെ നിൽക്കും ജനങ്ങൾ. പക്ഷെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ജനങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. റോഡ് ഇങ്ങനെ ടാക്സ് മറ്റെല്ലാം അടക്കുന്നു, എല്ലാം കൃത്യമായി ജനങ്ങൾ ചെയ്യുന്നുണ്ടാവും. ആ ജനങ്ങളിൽ ഒരാളായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കണം. ഒന്ന് നിങ്ങൾ കണ്ടറിഞ്ഞ് നമുക്ക് നല്ലൊരു അവസ്ഥയിൽ എത്തിച്ചു തരണം റോഡിൻ്റെ കാര്യത്തിലെങ്കിലും. അപ്പോൾ നമ്മളൊക്കെ പോകുമ്പോൾ കാണാം റോഡിൻ്റെ ഒരു അവസ്ഥ. ഇപ്പോൾ ഞാനൊരു വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ റോഡ് സൈഡ് നല്ല റോഡായിരുന്നു, കുറേ മുന്നൊക്കെ നല്ല റോഡായിരുന്നു, റബ്ബറൈസർ നല്ല വൃത്തിയുള്ള റോഡായിരുന്നു. ഇപ്പോൾ അത് കീറിയിട്ട് പൈപ്പ് ലൈൻ്റെ ഇതന്നെ വലിയ തന്നെയാണ്, കീറിയിട്ട് ഇപ്പോൾ 2 സൈഡ് ആകെ ചെറിയൊരു 6 അടി 8 അടി വീതി ഉണ്ടാവുള്ളൂ. പക്ഷേ അതിലൂടെ 2 വാഹനങ്ങൾ ഒരുമിച്ച് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ പോകുമ്പോൾ വളരെ കഷ്ടമാണ്. ഒന്ന് പോയി കഴിഞ്ഞിട്ട് മറ്റത് പോകും. അപ്പോൾ അത്രയും ബ്ലോക്കായി കിടക്കുകയാണ് അവിടെ, ഇത്രയും ബ്ലോക്കായി സമയം നിൽക്കുക. അപ്പോൾ നിങ്ങൾ ഒന്ന് മാറ്റി പിടിച്ച് തരണം. ഒന്ന് നിങ്ങൾ അപേക്ഷിക്കണം. നല്ലവരായ സർക്കാരാണ്, നല്ലവരായ ഉദ്യോഗസ്ഥരും. ഒന്ന് നമുക്ക് കണ്ടറിഞ്ഞ് ചെയ്തു തരും എന്നൊരു പ്രതീക്ഷയോടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ കാണാൻ വേണ്ടി, നിങ്ങൾ അറിയാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടറിഞ്ഞ് ഈ നിയമങ്ങളൊക്കെ ഒന്ന് കണ്ടറിഞ്ഞ് നല്ല രൂപത്തിൽ നിങ്ങൾ പാസ്സാക്കിയിട്ട് ജനങ്ങളിൽ എത്തിക്കണം. എന്തായിക്കോട്ടെ, ഇനി പഞ്ചായത്തിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, നിങ്ങളൊരു നല്ലൊരു ഭരണം കാഴ്ചവെക്കണം. ജനങ്ങൾ എന്നും നിങ്ങളെ കൂടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നിയമങ്ങളൊക്കെ കറക്റ്റായിട്ട് പാസ്സാക്കിയിട്ട് അതിൻ്റേതായ ഒരു ഘട്ടമൊക്കെ ചെയ്ത് തന്നാലും മതി. ഞങ്ങൾ പെട്ടെന്ന് പറയണില്ല ഇത് പൈപ്പ് ലൈൻ വലിച്ച് ഇന്ന് തന്നെ വെള്ളം തരണം എന്ന് പറഞ്ഞില്ല. പൈപ്പ് ലൈൻ വലിച്ചാൽ എങ്ങനെയാണോ അത് പാസ്സാക്കി ആ രൂപത്തിലാക്കി തന്നിട്ട് പിന്നെ നിങ്ങൾ റബ്ബറൈസർ ചെയ്തോ, എന്നാൽ ആ റോഡ് അത്രയും വൃത്തി ഉണ്ടാവും, നിങ്ങൾ ചെയ്ത പണിക്കും കാര്യം ഉണ്ടാവും, ആ വർക്കിന് ഒരു മൂല്യം ഉണ്ടാവും. ഇത് നല്ല വൃത്തിയുള്ള റബ്ബറൈസർ ചെയ്തിട്ട് വീണ്ടും കുത്തി പൊളിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വളരെ വിഷമമുണ്ട്, ഒരുപാട് വിഷമമുണ്ട്. പക്ഷെ നിങ്ങളൊക്കെ ഒന്ന് കണ്ടറിഞ്ഞ് ഒന്ന് മാറ്റി പിടിച്ച് നല്ല വൃത്തിയിൽ നല്ലൊരു നിയമങ്ങളാക്കി ചെയ്തു തന്നാൽ നിങ്ങളുടെ കൂടെ എന്നും, സർക്കാരിൻ്റെ കൂടെ എന്നും ജനങ്ങളുണ്ടാവും. പക്ഷെ അത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ
സർക്കാരിനെ കൂടുതൽ ജനങ്ങൾ വെറുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വെറുക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒന്ന് മാറ്റിപ്പിടിച്ച് നല്ലൊരു അവസ്ഥയിൽ എത്തിച്ചു തരണം. ആർക്കെങ്കിലും ഞാൻ ഈ പറഞ്ഞത് വേദനിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, പക്ഷേ എൻ്റെ ഒരു അവസ്ഥ, അതായത് ഞാൻ സഞ്ചരിക്കുമ്പോൾ റോഡ് കാണുമ്പോൾ വിഷമം കൊണ്ട് പറയണം. നല്ല റബ്ബറൈസർ റോഡ് വെട്ടി പൊളിക്കുമ്പോൾ ഉള്ളൊരു വേദന ഉണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങളോടൊന്ന് അപേക്ഷിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടറിഞ്ഞിട്ടെങ്കിലും ഈ റോഡിൻ്റെ കാര്യത്തിലൊന്ന് തീരുമാനത്തിലെത്തണം. നല്ലൊരു നിയമങ്ങൾ എല്ലാം നല്ലതിനാണ്, നല്ല നിയമങ്ങളെല്ലാം ആണ്. പക്ഷേ നിങ്ങളാ നിയമങ്ങൾ വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്തു തന്നാൽ ഒരുപാട് സന്തോഷമാണ്, ജനങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ്. ആദ്യം പൈപ്പ് ലൈൻ വലിച്ച് വൃത്തിയാക്കി പൈപ്പും വെള്ളം കാര്യമെല്ലാം സെറ്റ് ചെയ്ത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിന് മേലെ റബ്ബറൈസ് ചെയ്ത് വൃത്തിയാക്കി ചെയ്താൽ എന്നും ജനങ്ങൾ സർക്കാരിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നല്ലവരായ സർക്കാരോട് ജനങ്ങൾ അപേക്ഷിക്കുന്നു, ഒന്ന് നല്ലൊരു നിയമത്തിലൂടെ പാസ്സാക്കി ഞങ്ങൾക്ക് നല്ല റോഡും മറ്റുള്ള കാര്യങ്ങളെല്ലാം സർക്കാർ നിയമങ്ങളെല്ലാം ഒരുപോലെ പാസ്സാക്കി ഞങ്ങളെ നല്ല രൂപത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും കാണാം അടുത്തൊരു വീഡിയോ.